പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി വരുന്ന ജനവിഭാഗങ്ങളിൽ നാളെ നമ്മുടെ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച 8:30 നമ്മുടെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ സ്ത്രീ ജനങ്ങൾക്കും സൗജന്യ ട്രാൻസ്പോർട്ട് യാത്ര പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തുന്ന സുദിനമാണ്. പ്രിയമുള്ളവരെ, അത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിൻ്റെ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണോ എന്ന് കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിക്കണം. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന കൊച്ചമ്മമാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ സൗജന്യ യാത്ര കൊടുക്കേണ്ട കാര്യമുണ്ടോ? പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്നതിനു വേണ്ടി യാത്ര ചെയ്ത് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന യാത്രക്കൂലി അവർക്ക് ലാഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇളവ്, അത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ മാതാപിതാക്കൾ കേരളത്തിൽ 1 കോടിക്കടുത്തുണ്ട്. ഇത്രയുമുള്ള ജനസഞ്ചയത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വൃദ്ധരെ തെരഞ്ഞിട്ടാണെങ്കിൽ പോലും അവർക്ക് അത് ഒരു സൗജന്യ യാത്ര നൽകാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല? വികലാംഗരും അന്ധരും ഒക്കെ ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഇനി വയസ്സാകാത്തവരാണെങ്കിൽ പോലും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, അവർക്കൊരു കൈത്താങ്ങായിട്ട് ഈ ബസ് യാത്ര കൊടുക്കുകയും സമ്പന്നരെ ഒഴിവാക്കുകയും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒഴിവാക്കുകയും ചെയ്താൽ ഈ പ്രവൃത്തിക്കൊരു ദൈവിക സ്പർശം കൂടി ഉണ്ടാവില്ലേ? സാമ്പത്തിക അസമത്വത്തിൽ നിന്ന് ഈ ജനങ്ങളെ മോചിപ്പിക്കാനും ഈ പ്രവൃത്തി കൊണ്ട് സാധിക്കില്ലേ ഒരു പരിധിവരെയെങ്കിലും? അതെന്തുകൊണ്ട് ഭരണകൂടങ്ങൾ മനസ്സിലാക്കുന്നില്ല? വെറുതെ കൈയടിക്ക് വേണ്ടിയും വാട്സാപ്പിൽ തള്ളിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയുള്ള ഉട്ടോപ്യൻ നയങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് പരാജയപ്പെടുകയുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടേണ്ടതായ പ്രവൃത്തികൾ അത് വിജയിക്കണമെങ്കിൽ, അതിൻ്റേതായ ഫലം കാണണമെങ്കിൽ ഈ പറയുന്ന അവശരും ആലംബഹീനരും ആയിട്ടുള്ള ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കണം. ഇപ്പോൾ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ റീലുകൾ കാണിക്കുന്നുണ്ട്. മന്ത്രിമാരും അതുപോലെ നേതാക്കന്മാരും ഒക്കെ കാണിക്കുന്ന റീലുകൾ നല്ലത് തന്നെ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ, വി ഡി സതീശൻ കാണിക്കുന്ന ഓരോ റീലുകളും ഹൃദയത്തിൽ തൊടുന്നതായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത്. കാരണം അത്രയും സിൻസിയറോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നത്. പക്ഷെ മറ്റ് ചില മന്ത്രിമാരെ അഭിനയത്തിൻ്റെ മേലങ്കി അണിഞ്ഞിട്ട് റീലിറക്കുന്നതാണോ എന്ന് തോന്നും ചിലത് കാണുമ്പോൾ. ആത്മാർത്ഥതയും അഭിനയവും രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരെ ഒഴിവാക്കിയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവർ പൈസ കൊടുത്തു പോട്ടെ, എനിക്കൊന്നും ഈ സാമ്പത്തികമായ ഒരു പരിഗണനയും തരണ്ട എന്ന് ഞാൻ പറയും. കാരണം ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമോ അല്ലെ മറ്റേത് രീതിയിൽ യാത്ര ചെയ്യാനോ സാമ്പത്തിക സ്ഥിതി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചോളാം. പക്ഷേ എന്നേക്കാൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനേകം ദുർബലരുണ്ട്. അവർക്ക് എങ്കിലും ഈ യാത്ര അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നത്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യുന്ന അനേകം സംഘടനകൾ ഈ കേരളത്തിലുണ്ട്. അവർ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നതായി കാണുന്നില്ല. വാട്സാപ്പിൽ അവിടെ ഇവിടെയൊക്കെ ചിലർ പ്രതികരിച്ച് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നു, ഈ സംഘടനക്കാരെങ്കിലും ഒരു പ്രതിഷേധമായിട്ട് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു കത്തെങ്കിലും പോസ്റ്റ് ചെയ്യണം. ഇമെയിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയച്ചാൽ മതി. അങ്ങനെയെങ്കിലും ചെയ്യാൻ ഈ വാട്സാപ്പിലിരുന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന വളർത്തുന്ന എല്ലാ ഗ്രൂപ്പുകളും ഒന്ന് ചെയ്ത് കാണിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ വി ഡി സതീശൻ ഇമെയിലിൽ ഈ വിഷയം കാണിച്ചൊരു ലെറ്റർ അയക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.